ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാംഖ്യയോഗത്തിൽ ഭഗവാൻ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഈ ഒരു മൂന്നാല് ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ. ഇന്നലെ പറഞ്ഞു മഹാത്മജിയെ വിസ്മയിപ്പിച്ച എങ്ങനെയാണ് ധ്യാനം നാശത്തിന്, ഒരുവൻ്റെ സർവനാശത്തിന് കാരണമാകുന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ വിശദമായി പരിചയപ്പെടുന്നതായിരിക്കും. തൊട്ടു മുമ്പ് പറഞ്ഞു നിർത്തിയത് വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. എങ്ങനെയാണോ ഒരു പട്ടിണിക്കാരൻ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുള്ള ഒരുവൻ, പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള, സ്വയം ഇച്ഛ കൊണ്ട് സ്വന്തം ഇഷ്ടം കൊണ്ടല്ല, അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട അവന് രസം, അതിലുള്ള താല്പര്യം, അതായത് ഭക്ഷണം കഴിക്കണം എന്നുള്ള താല്പര്യമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ തൽക്കാലം അവനത് കിട്ടാനില്ല. കഴിഞ്ഞ ദിവസം കാശികാനന്ദഗിരി സ്വാമിയുടെ ഉദാഹരണം പറഞ്ഞുവല്ലോ. ഇനി കുടിക്കാൻ വയ്യ എന്നുള്ളവൻ മദ്യം നിർത്തിയതുപോലെ, നിർത്തുക എന്ന് പറഞ്ഞാൽ അവന് വയ്യ, കഴിക്കാൻ പറ്റില്ല, അതാണ് അവസ്ഥ. കുഴലിട്ട് ഉള്ളിൽ കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പിന്മാറ്റമാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് പറയാം. അപ്പം നിർബന്ധപൂർവമുള്ള അച്ചടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ മിലിറ്ററിയിലൊക്കെ കാണിക്കുന്ന ട്രെയിനിങ് ഉണ്ടല്ലോ, അതല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ബാഹ്യമായ ഒരു ശക്തമായ ഭീഷണിയുടെയോ ഭയപ്പെടുത്തലിൻ്റെയോ ഒരു ഫോഴ്സ് കൊണ്ട് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ഭയപ്പാട് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അച്ചടക്കമല്ല. ഒരിക്കലും ഇതുപോലെ ഒരു പയ്യനെ, ഒരു കുട്ടിയെ, അവൻ എല്ലാ വിഷയത്തിലും അവൻ തോറ്റ് വലിയ കുമ്പളങ്ങ മേടിച്ചിട്ടാണ് അവൻ വരിക. അപ്പോൾ അവനെ പാരൻസിനാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് ഇവൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവനെ പല ട്രെയിനിങ്, പലയിടത്ത് പല ട്യൂഷൻ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾക്ക് ഓരോരോ സ്ഥലത്ത് ട്യൂഷന് ഏർപ്പാടാക്കിയൊക്കെ നോക്കി. ക്ഷേത്രങ്ങളിലൊക്കെ അത്യാവശ്യം വഴിപാടുകളൊക്കെ നടത്തി ചരട് മുഴുവൻ കെട്ടി അവൻ്റെ 2 കൈയിലും അരയിലും ഒക്കെ ചരടാണ്. വിദ്യാഗോപാല മന്ത്രം, ആ മന്ത്രം, ഈ മന്ത്രം, ഇതൊക്കെ ജപിച്ചും ഹോമം ചെയ്തിട്ടും ഒന്നും ഇവന് യാതൊരു മാറ്റമില്ല. അവസാനം അവർ മടുത്തു. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, ഇവനെ നിങ്ങളിങ്ങനെ ഇത് ചെയ്യരുത്, പീഡിപ്പിക്കരുത്, അത് അവനെ. അപ്പോൾ ഇവർ തീരുമാനിച്ചു എന്തെങ്കിലും ആവട്ടെ ഇനി. അങ്ങനെ ഇവനെ കൊണ്ടുപോയിട്ട് അടുത്ത കോൺവെൻറ്റ് സ്കൂളിൽ കൊണ്ടാക്കി. അപ്പോൾ അവന് അത് ഇതുവരെ പരിചയമില്ലായിരുന്നു. ഒരു പള്ളി നടത്തുന്ന സ്കൂളാണ്, അതിൽ കൊണ്ടാക്കി. അങ്ങനെ ഇവൻ അവിടെ ചെന്ന സമയത്ത് അവനെ കൊണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ക്ലാസ് ടീച്ചർ വന്ന് ആ ചുവരിൽ കൊണ്ട് ഡെസ്കിലൊക്കെ 4 അടിയൊക്കെ അടിച്ചിട്ട് പറഞ്ഞു, പഠിച്ചാൽ നിങ്ങൾക്ക് തന്ന് എന്നൊക്കെ പറഞ്ഞ് ചില ഒരു ഇൻഡയറക്റ്റ് ഭീഷണിയൊക്കെ പെടുത്തി. ഇവനിത് കുറേ കണ്ടതാണ്, ഇവനൊന്നും ഒരു വലിയ വിഷയമായി തോന്നിയില്ല. പക്ഷേ ഇവനുണ്ടല്ലോ, ആദ്യ ദിവസം തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മൂപ്പര് വേഗം മുകളിലേക്ക് ഓടി അവൻ്റെ മുറിയിലേക്ക്. ആശാൻ പുസ്തകങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് പഠിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പഠിപ്പ്. അമ്മ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കി, ഇതെന്താ ഇവൻ മുറിക്കകത്ത് ചെയ്യുന്നതെന്ന്. കമഴ്ന്നിരുന്ന് പഠിക്കുകയാണ്, എഴുതൽ, അയ്യോ ചൊല്ലൽ, വായിക്കൽ. അവസാനം ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ അവസാനം അമ്മ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയി കഴിച്ചു. ഉടനെ തന്നെ ഓടി മുറിയിലേക്ക് വന്നു, വീണ്ടും പഠിപ്പ്. ഇവർ അത്ഭുതപ്പെട്ടു, ഇത് എന്താ ഇത് കാര്യം. അവസാനം ഫസ്റ്റ് ടേം ആദ്യത്തെ പരീക്ഷ വന്നു, നമ്മളെ മാസപരീക്ഷ എന്ന് പറയുന്നത്. പരീക്ഷ വന്നു. പണ്ട് എല്ലാറ്റിലും വലിയ 0 മേടിച്ച് വരുന്നവനാ. ഇപ്പോൾ ഒക്കെ നോക്കുമ്പോൾ A+ ആണ്, ഫുൾ പ്ലസ്. ചുരുക്കി പറഞ്ഞാൽ ഇവൻ ക്ലാസ്സിൽ ഒന്നാമൻ.
അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, അച്ഛനും അതെ, ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തു മാറ്റാണിത് കൊണ്ടുവന്നത്? അപ്പോൾ ഇവനോട് ചോദിച്ചു. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വളരെ സ്നേഹം കൊണ്ടും ഒക്കെ നിന്നെ കീഴ്പ്പെടുത്തിയതാണോ? എന്താണ് കാര്യം, എന്താണ്? അവരങ്ങനെ ചോദിച്ചപ്പം അപ്പോഴാണ് ഇവൻ പറയുകയാണ്, അതെ, അവിടെ പഠിക്കാത്തൊരു കുട്ടിയെ ഒരു മരത്തിൽ ആണിയടിച്ച് കയറ്റി വെച്ചൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. യേശുവിനെ കുരിശിൽ കയറ്റി വെച്ചത് ഇവൻ്റെ ധാരണ പാവം, അവിടുത്തെ പഠിക്കാത്തൊരു കുട്ടിയെ ഇതേപോലെ അടിച്ച് കയറ്റി വെച്ചതാണ്, നിൻ്റെയും ഗതി ഇതാവുമെന്നാണ്. ഇവൻ പാവം അതിനെ അങ്ങനെയാണ് ധരിച്ച്, അതുകൊണ്ടുള്ള മരണപ്പടിപ്പാണ്. അപ്പോൾ ഈ ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഇങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്ന്, ഈ മിലിറ്ററിയുടെയൊക്കെ പരിപാടി പോലെയുള്ള ഒരു അച്ചടക്കത്തിൽ നിന്നല്ല ഇതുണ്ടാകുന്നത്. ഇങ്ങനെയാണ് പരം ദൃഷ്ട്വാ നിവർത്തന്തേ, അതിൻ്റെ പാരമ്യം, ഞാൻ എന്ന ബോധത്തിൻ്റെ പാരമ്യം ദർശിച്ചവനാണ്. അങ്ങനെയാണ് അതിൽ നിന്നൊക്കെ, ഈ ബാഹ്യമായതിൽ നിന്നൊക്കെ വിരമിക്കുന്നത്, സ്വമേധയാ. അങ്ങനെയാണ്. തുടർന്ന് പറയാണ്, യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഹേ കൗന്ദേയ, അല്ലയോ അർജുന, യതയഃ എന്ന് പറയുന്ന യത്നിക്കുന്ന, ആരാണോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാക്ഷിക്കുന്നത്, ആരാണ് ദുഃഖനിവൃത്തിക്കായി പ്രയത്നിക്കുന്നത്, ആർക്കാണ് ആത്യന്തികമായ സന്തോഷം വേണം എന്ന ഭാവേന പ്രവർത്തിക്കുന്നത്, അവർക്ക് യതതഃ എന്ന് പറഞ്ഞാൽ യത്നിക്കുന്നവൻ, യത്നശാലി. വിപശ്ചിതൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായിട്ടുള്ള, പണ്ഡിതനായിട്ടുള്ള, പുരുഷസ്യ മനഃ അപി, യത്നിക്കുന്നവനാണ്, കാര്യങ്ങളെക്കുറിച്ച് അറിയാം, വിപശ്ചിതനാണ്, പണ്ഡിതനുമാണ്. പുരുഷസ്യ അപി മനഃ, മനസ്സ് എന്താവുന്നു? പ്രമാദീനി, അതും പതിക്കുന്നുണ്ട് അർജുന, അതും പതനത്തിന് കാരണമാണ്. അതുകൊണ്ട് ജ്ഞാനിയാണ്, പ്രയത്നിക്കുന്നവനാണ്, എന്നാലും മനസ്സ് വല്ലാത്തൊന്നാണ്, അത് പതിക്കും. അതുകൊണ്ട് പ്രമാദീനി ഇന്ദ്രിയാണി പ്രസഭം ഹരന്തി, ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി അതിനെന്ത് ചെയ്യുന്നു? നമ്മളെ അപഹരിക്കുന്നു. നാം പോലും അറിയാതെ അത് നമ്മളെ അപഹരിക്കുന്നു. അതുകൊണ്ട് എന്തു വേണം? വളരെ ശ്രദ്ധ വേണം എന്ന് പറയാം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവാൻ പറയും. അർജുന, ഇത് വളരെ വളരെ കരുതലോടുകൂടി, ഇതൊരു എന്താ പറയുക, എസ്കേപ്പിസത്തിന് വേണ്ടി പറയുന്നതല്ല, ഒരാൾക്കും സാധ്യമല്ല എന്നല്ല, കരുതൽ വേണം. കഠോപനിഷത്തിൽ യമധർമ്മൻ പറയും, ക്ഷുരസ്യ ധാരാ നിശിതം ദുരത്തെയ, ബാർബറുടെ കത്തിത്തലയിൽ കൂടെയുള്ള നടപ്പാണ്, കരുതലോടെ വേണം എന്ന് പറയാം. അപ്പോൾ ഇവിടെ തുടർന്ന് പറയാണ്, താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അർജുനൻ്റെ ചോദ്യമായിരുന്നു, ജ്ഞാനി, സന്യാസി, മുനി, യോഗി ഇവരെങ്ങനെ ഇരിക്കും, നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ എങ്ങനെയാണ് ഒരുവൻ നശിക്കുന്നത്, ധ്യാനത്തിലൂടെ നശിക്കുന്നത് എന്നതിലേക്ക് ഭഗവാൻ വരികയാണ്. എന്താ അതിനു മുമ്പായിട്ട് പറയുന്നത്? താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ, ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയ കൂട്ടങ്ങളെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതെല്ലാം തന്നെ സംയമനം ചെയ്ത് അടക്കിയിട്ട്, ഓർമ്മ വേണം, ഈ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ട് ഏതോ ഒരു കുട്ടിയെ അടിച്ച് കയറ്റി വെച്ചതാണ് എന്ന ചിന്തയിൽ പഠിക്കുന്നതല്ല.
നമുക്കങ്ങനെയാണ്, അങ്ങനെയെങ്കിലും പഠിക്കട്ടെ എന്നാണ്. അങ്ങനെയാണ് നാട്ടിലെ ചില എന്താ പറയുക ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ ഉണ്ട് കേരളത്തിൽ. ഒരു രക്ഷയില്ല. പാവം പിള്ളേരെ ഇവർ പീഡിപ്പിക്കുന്നത്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പീഡിപ്പിച്ചു, എങ്ങനെ വേണമെങ്കിൽ പീഡിപ്പിച്ചോളൂ, പക്ഷേ മകൻ പാസ്സായിട്ട് ഇങ്ങോട്ട് വരണം എന്നാണ് അവരിലുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കങ്ങളും അത്തരം കാര്യങ്ങളൊന്നും പാരൻസിനെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. അവിടെ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ചില വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പേര് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. തൃശ്ശൂരിലൊരു വിദ്വാനുണ്ട്, കുട്ടികൾക്ക് പേര് കേട്ടാൽ പേടിയാവും, പക്ഷെ അവിടെ കൊണ്ടുപോയി എൻജിനീയർ ആവും ഡോക്ടർ ആവും എന്നുള്ള ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണ്, ഈ പറഞ്ഞതുപോലെയാണ് പീഡനത്തിൻ്റെ, പിന്നെ അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പം അങ്ങനെയല്ല എന്ന് പറയാം. താനി സർവാണി സംയമ്യ, ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ അടക്കിയിട്ട് നിയമനം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ എതിരായിട്ട് എന്നല്ല. ഈ വിവേകാനന്ദ സ്വാമികൾ പറയും സപ്രഷൻ വേറെ സബ്ലിമേഷൻ വേറെ എന്ന് പറയാം. എന്ത് സപ്രസ് ചെയ്യുന്നോ അതൊക്കെ നമുക്കൊരു എന്താ പറയുക രോഗങ്ങൾക്ക് കാരണമായി തീരും. അവസാനം പലതിനെയും നമ്മൾ അടക്കി ഈ ഭക്തിമാർഗത്തിൽ ഈ മതത്തിലൊക്കെ ഇങ്ങനത്തെ കുറേ വേണ്ടാധീനങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുറേ വേണ്ടാധീനങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. അതാദ്യം ഇത് ശാസ്ത്രം ശരിയാവണ്ണം പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പം താനി സർവാണി സംയമ്യ യുക്തമത്പരഹ, ആ സമബുദ്ധിയുള്ളവനായിട്ട് അതിൽ വ്യാപൃതനായിട്ട് ആസീത, അതിലങ്ങനെ ഇരിക്കണം എന്ന് പറയാം. അങ്ങനെ ഉള്ളവന് യസ്യ ഇന്ദ്രിയാണി വശേ വർത്തന്തേ, യാതൊരുവൻ്റെ ഇന്ദ്രിയങ്ങളാണോ അവനനുസരിച്ച് വർത്തിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. രഥകൽപ്പന നമ്മൾ ആദ്യം കണ്ടതാണ്. തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വ ഇവ സാരഥേഹേ, അവൻ്റെ കുതിരകൾ അവന് വശംവദമാണ്, അല്ലാത്തവനോ അവൻ്റെ കുതിരകൾക്ക് അവന് നിയന്ത്രണമില്ലാതെ അവനെ സംസാരം ചാതികച്ചതി, സംസാരത്തിൽ കറക്കുന്നു. കുതിര തോന്നിയ വഴിക്ക് പോകുന്നു, ഡ്രൈവർ തോന്നിയതുപോലെ പോവുക. അതല്ല, ഇവിടെ എന്താണ് ഇന്ദ്രിയാണി വശേ വർത്തന്തേ, അവൻ്റെ വശത്തിന്. നമ്മുടെ ഈ സ്വാമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, മനസ്സിൻ്റെ ഉടമ എന്നാണ്. നമ്മുടെ ഉടമ, നമ്മുടെ മനസ്സിൻ്റെ ഉടമ നമ്മളാണ്. ചിന്മയൻ സ്വാമികൾ പറയും നമ്മളാകുന്ന നമ്മളെ ഒരു എക്യുപ്മെൻ്റായിട്ട് ഒരു ടി വി ആയിട്ട് പരിഗണിച്ചാൽ നമ്മുടെ റിമോട്ട് നാട്ടുകാരുടെ അടുത്തൊക്കെ കൊടുത്തിരിക്കുക. ഓരോ ഞെക്കിനനുസരിച്ച് നമ്മളിങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വേവലാതിയുടെയും ഒക്കെ അവർ ഞെക്കിയാൽ ഇതിങ്ങനെ പ്ലേ ആയിക്കോളും. അങ്ങനെയല്ല, നമ്മുടെ റിമോട്ട് നമ്മുടെ തന്നെ. അപ്പം നമ്മൾ സ്വാമിയാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്വാമിയാണ് എങ്കിൽ അങ്ങനെ സ്വാമിയായിട്ടിരിക്കുന്ന ആസീത യസ്യ ഇന്ദ്രിയാണി വശേ വർത്തന്തേ, യാതൊരുവൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിയമനവും നിയന്ത്രണവുമുള്ളത്. സ്വാമിജി പറയും എല്ലാ ഇതും. സ്വാമിജി വലിയ ദേഷ്യക്കാരനാണ് ചിന്മയൻ സ്വാമിയോട്. നമ്മൾ പറയുമ്പം അങ്ങനെ പറയും, ചില കാര്യത്തിൽ അങ്ങേയറ്റം സ്നേഹനിധിയുമാണ്. അപ്പോൾ സ്വാമിജി എന്നെ പറയാം എന്താ, ദേഷ്യം ഉപയോഗിക്കാനുള്ളത് എങ്ങനെ, കർച്ചീഫ് ഉപയോഗിക്കുന്നത് പോലെ. അത് പോക്കറ്റിലിടുക, ആവശ്യത്തിന് എടുക്കാം, കഴിഞ്ഞാൽ വെക്കാം. നമ്മളൊരിക്കലും അതിനെ നമ്മൾക്ക് പിടിക്കാം, പക്ഷെ അത് നമ്മളെ പിടിച്ചുകൂടാ. അങ്ങനെ അതാണ് വളരെ ശ്രദ്ധിക്കണം. ദേഷ്യം നമ്മളെ പിടിക്കരുത്, നമുക്ക് ദേഷ്യം പിടിക്കാം. ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചതുപോലെ, ഗുരു അങ്ങേക്ക് ദേഷ്യം വരില്ലേ? ഇല്ല, ഒരിക്കലും വരില്ല. ഒരിക്കലും ഗുരു അങ്ങേക്ക് ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ല. ഇല്ല കുട്ടി. വീണ്ടും അവൻ ചോദിക്കുകയാണ്, ഗുരുവിന് ജീവിതത്തിൽ ഇന്നേ വരെ ദേഷ്യം ഉണ്ടായിട്ടില്ല. അപ്പം അയാൾക്ക് കുറേ ദേഷ്യം വരാൻ തുടങ്ങി ഗുരുവിന്. നീ എന്താണോടാ ആളെ ദേഷ്യം പിടിപ്പിക്കുക? അപ്പം ദേഷ്യം നമ്മളെ പിടിക്കരുത്, നമുക്ക് അതിനെ പിടിക്കാം. അപ്പോഴെന്താണ് തപോവൻ സ്വാമികൾ പറയും, ഈ ഗംഗയുടെ തീരത്തിരിക്കുന്നവൻ തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഒരു കമ്പിളി കിട്ടിയാൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോഴാണ് ഗംഗയിലൂടെ ഒരു കമ്പിളിക്കെട്ട് ഒഴുകി പോണത്. വിചാരിച്ചോ ഭഗവാൻ എത്ര കൃപാലുവാണ്, എന്തായാലും നനയണം, ഒന്ന് നനഞ്ഞിട്ട് അതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണക്കിയിട്ട് തനിക്ക് ഉപയോഗിക്കാം എന്ന് കരുതി ഈ കമ്പിളിക്കെട്ട് എടുക്കാൻ പോയപ്പോൾ കമ്പിളിക്കെട്ട് ഇയാളെ പിടിച്ചു എന്നാണ്.
കാരണം അതൊരു കരടിയായിരുന്നു. തപോവൻ സ്വാമികൾ പറയുന്ന ഒന്നാണ്. നമ്മളെ അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. അതുകൊണ്ട് നമുക്കതിനെ പിടിക്കാം, അത് നമ്മളെ പിടിക്കാതിരിക്കണം. അതുകൊണ്ട് യസ്യ ഇന്ദ്രിയാണി വശേ, യാതൊരുവന് അത് വശംവദമാണോ, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവൻ്റെ പ്രജ്ഞ ഉറച്ചതാണ്. തുടർന്ന് ഇവിടെയാണ് നമ്മൾ ധ്യാനം എങ്ങനെ മനുഷ്യനെ, ഒരുവനെ നാശത്തിന് കാരണമായി ഭവിക്കുന്നു എന്നുള്ളത്. ഏത് ധ്യാനം? തെറ്റിദ്ധരിക്കരുത്, 2 ധ്യാനങ്ങളുണ്ട്. ധ്യാനം 2 ഉള്ളൂ, 2 ആ ധ്യാനത്തെക്കുറിച്ച് പറയണു. ഇതാണ് മഹാത്മജി ആഫ്രിക്കയിൽ വെച്ച് ഗീതയിൽ മഹാത്മജി ഗീതയെ അത്ഭുതത്തോടു കൂടി കാണുന്നത്. ഇവിടെയാണ് ഗാന്ധിജി പറയുന്നത്, ഭഗവത്ഗീതയിൽ ഞാൻ ഒരുവൻ്റെ സർവനാശത്തെയും സർവോത്കർഷത്തെയും കാണുന്നു. അവൻ്റെ നാശത്തിലൂടെ ആ കുടുംബത്തിൻ്റെ നാശം, ചുറ്റുപാടിൻ്റെ നാശം, സമൂഹത്തിൻ്റെ നാശം, സർവോപരി രാജ്യത്തിൻ്റെ നാശം തന്നെ, രാഷ്ട്രത്തിൻ്റെ നാശം, ലോകത്തിൻ്റെ നാശം, ലോകത്തിൻ്റെ ഉന്നമനവും ലോകം ഉത്കർഷത്തെ പ്രാപിക്കുന്നതും ഞാൻ ഗീതയിൽ ഒരു ശ്ലോകത്തിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ ശ്ലോകം ഇതാണ്: ധ്യായതോ 62-ാമത്തെ ശ്ലോകം. ക്ഷമിക്കണം, ശ്ലോകസംഖ്യ പറയാൻ വിട്ടുപോയതില്ല. ഇന്നലെ ശ്ലോകസംഖ്യകളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ 62: ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഗംഭീര ശ്ലോകം, നല്ല മനഃശാസ്ത്രവുമാണ്. ധ്യായതോ വിഷയാൻ പുംസഃ, പുംസഃ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, പുമാൻ. ധ്യായതഃ ധ്യാനിക്കുന്നു, ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് ചിന്തിക്കുന്നു. എന്തിന്? വിഷയാൻ, വിഷയങ്ങളെ. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. അങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ ധ്യാനിക്കുകയാണ്. എന്താ ധ്യാനിക്കുന്നത്? ഈ പറഞ്ഞ ഏതെങ്കിലും 5 എണ്ണം, ഈ പറഞ്ഞ 5 വിഷയസുഖങ്ങളെ എങ്ങനെ കൈവശപ്പെടുത്താം എന്നുള്ളതായിരിക്കാം. അങ്ങനെ ധ്യാനിച്ചോട്ടെ, അതിലെന്താ കുഴപ്പം എന്നാണെങ്കിലോ, ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ തേഷു സംഘഃ ഉപജായതേ, അവയിൽ അവന് സംഘമുണ്ടാകുന്നു. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പം നമ്മൾക്ക് ഇത് വളരെ മനഃശാസ്ത്രമാണ്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് സംഘമൊന്നുമില്ല ഒരു വിഷയത്തിൽ, പക്ഷെ നമ്മളെ അതിനോട് സംഘമുള്ളവളാക്കാൻ പുറത്ത് കുറേ പേരുണ്ട്. അതാണ് ഈ പരസ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു കാറ് വാങ്ങണം എന്നൊന്നും നിങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് ചില പരസ്യങ്ങൾ ഇങ്ങനെ വരും. ഇപ്പം എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് കാറിനെ കുറിച്ചോ എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, ഗൂഗിൾ ചെയ്താൽ പിന്നെ അതുമായിട്ട് അനുബന്ധമായ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാസം 100 രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു കാറ്. മാസം 100 രൂപ കൊടുത്താൽ മതിയോ? എന്നാൽ ചേട്ടാ നമുക്ക് ആലോചിച്ചാലോ. അപ്പം മാസം 100 രൂപ, ഒരു 100 ഒപ്പ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ആകർഷകങ്ങളായിട്ടുള്ള പരസ്യങ്ങളൊക്കെ നിരന്തരം ഇങ്ങനെ വരുമ്പം തേഷു സംഘഃ ഉപജായതേ, അതിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ പല 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 സാധനങ്ങളും നമ്മൾ ഈ പരസ്യങ്ങളും അതും ഇതുമൊക്കെ കണ്ടിട്ടാണ് വീട്ടിൽ തന്നെ പലതും മേടിച്ചു കൊണ്ടുവയ്ക്കുന്നത്, ഉപയോഗിക്കൊന്നുമില്ല. ഈ പരസ്യമൊക്കെ കണ്ട് ഈ യുറേക്ക ഫോബ്സ് എന്ന് പറഞ്ഞ വാക്യൂം ക്ലീനർ മേടിച്ച കുറേ ആളുകളുണ്ട്.
പൊടിയെടുക്കാൻ വേണ്ടിയാണ് അത് മേടിച്ചത്. എന്നിട്ടോ അത് പൊടി പിടിച്ച് കിടക്കുക. അപ്പോൾ അതിലെ പൊടി കളയണമെങ്കിൽ വേറൊരു വാക്യൂം ക്ലീനർ വേണം. ഇങ്ങനെ നമ്മൾ ഈ പരസ്യമൊക്കെ കണ്ടിട്ട് മേടിച്ച് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. റോബോട്ടുണ്ട് വീട് ക്ലീനാക്കാൻ. എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചു കൊടുത്താൽ മതി, അത് ഇതാക്കും. എന്നിട്ടിപ്പോൾ ആരാ ചെയ്യുന്നത്? കാരണം നമ്മുടെ വീട് അങ്ങനെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്, പലയിടത്തും പലതും. അപ്പം അതിനെ ക്ലീനാക്കി മതിയായിട്ടുണ്ട്. നിങ്ങളൊന്നും അറിയണ്ട, അത് തന്നെ പോയി ബാറ്ററി പോയിട്ട് എന്താ പറയുക മോപ്പ് ചെയ്യുന്നത്, പോയി അത് പൊടിയൊക്കെ എടുത്ത് മോപ്പ് ചെയ്ത് അത് അവിടെ കൃത്യമായിട്ടൊക്കെ വയ്ക്കും. ഒന്നും അറിയണ്ട, ഇതൊക്കെ അത് ചെയ്തോളൂ. മേടിച്ചവരൊക്കെ പറഞ്ഞു ഇത് ഉഗ്രൻ സാധനമാണ്, മേടിച്ചോളൂ. അങ്ങനെ നമ്മളും മേടിച്ചു. അപ്പം അതെവിടെ ഉണ്ട്? അതെവിടെയാണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അതൊരു കുട്ടി ഇവിടെ വന്ന് എടുത്ത് കളിച്ചു, അത് എറിഞ്ഞു, അതിപ്പോൾ കേടുവന്നു. ഇപ്പോൾ പഴയത് തന്നെ. ചില സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ ചിലതൊക്കെ നമുക്ക് ഈ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ ലുലുലു അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ തള്ളി കൊണ്ട് കിടന്ന് മേടിക്കാൻ കണക്കായിട്ട് ട്രോളിയൊക്കെ ഉണ്ട്. ഈ ട്രോളിയിൽ എടുത്തിടുന്ന പല സാധനങ്ങളുണ്ട്. അവിടെ കാണുമ്പോൾ എടുത്തിടുന്നതാ, ഇത് നല്ലതാ അല്ലേ, എടുത്തിട്ട് ഇപ്പോഴും കാണാം പാക്കറ്റ് തുറക്കാതെ വീട്ടിലിരിക്കുന്നത് കാണാം. അലമാരയിലും അവിടെ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ചോദിക്കും ഇതെന്താണ്, ഇത് ആര് മേടിച്ചതാ, ഇത് എപ്പോൾ മേടിച്ചതാണ്? തേഷു സംഘഃ ഉപജായത്തെ ധ്യായതോ വിഷയാൻ പുംസഃ തേഷു സംഘഃ ഉപജായത്തെ. അവയിൽ നമുക്കൊരു സംഘമുണ്ടാകുന്നു. സംഘം എന്ന് പറഞ്ഞാൽ താല്പര്യം ജനിക്കുന്നു. അതാണ് ആദ്യത്തെ മുള, താല്പര്യം. ഈ താല്പര്യം ജനിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം എന്നാണെങ്കിൽ കുഴപ്പമുണ്ട്. സംഘാത് സംജായതേ കാമഃ. ആ താല്പര്യത്തിൽ നിന്ന് അതിൻ്റെ അടുത്ത പടിയായിട്ട് ജനിക്കുന്നത് കാമമാണ്. കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന ലൈംഗിക ആസക്തി എന്നതല്ല, അതും കാമമാണ്. നമ്മുടെ ഏതാഗ്രഹങ്ങളും, ഒരു ഗ്ലാസ് ചായ വേണം, എനിക്കിപ്പോൾ ഒരു ചായ കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും അതിൽ പെട്ടതാണ്. കാമം ജനിക്കുന്നു. കാമം ജനിച്ചോട്ടെ, ആഗ്രഹം തീവ്രമായിക്കോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, അടുത്തതുണ്ടാവും. എന്താണ് അടുത്തത്? ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായത്തെ. സംഘം ഉണ്ടായി, സംഘാത് സംജായതേ കാമഃ, അതിൽ നിന്ന് കാമം ഉണ്ടായി. കാമാത് ക്രോധോഭിജായതേ. കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാവും. അതായത് സംഘം ഉണ്ടായി, ആ സംഘം തീവ്രമായപ്പോഴാണ് കാമമായത്. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയേ മതിയാകൂ എന്ന അവസ്ഥയാണ്. അതെനിക്ക് വേണം, ഞാനിങ്ങ് എടുക്കുക. അപ്പം അതിനാര് തടസ്സം നിന്നാലും പ്രശ്നമാവും. അപ്പം അതെനിക്ക് വേണം, അത് കിട്ടിയേ മതിയാവും. ആ അവസ്ഥയിൽ പിന്നെ അതിനാരെതിര് നിന്നോ അവരെയൊക്കെ വകവരുത്തും. അതാണ് ഈ ഇതുണ്ടാവുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നല്ല, ഇതിന് പടിപടിയായിട്ട് ഇതിങ്ങനെ രൂഢമൂലമാകുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ ഇരുന്ന് ഈ ധ്യാനിക്കുന്നത് അപകടമാണ്. സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ. ക്രോധം ഉണ്ടാവും. എല്ലാ ക്രോധവും ഏതൊക്കെയോ കാമത്തിൻ്റെ വിഘ്നത്തിൽ നിന്നുണ്ടാകുന്നതാണ്. കാമപൂർത്തീകരണത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഓഫീസിൽ ചിലർ വളരെ ദേഷ്യത്തോടു കൂടി പെരുമാറിയത് ഓഫീസറാണ്, തിരിച്ചു പറയാനൊന്നും നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരോട് പറയും ഇന്ന് സാറിന് ഭാര്യയോട് എന്തോ നല്ലോണം കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അതാണ് ഇപ്പോൾ നമ്മളെടുത്ത് വന്ന് ഇതൊക്കെ തീർക്കണം എന്ന്. അതൊരു സത്യമാണ്. എവിടെയൊക്കെയോ തീർക്കാൻ പറ്റാത്തത്, ചിലപ്പോൾ റോട്ടിൽ എന്തെങ്കിലും ആയിരിക്കാം, മറ്റെവിടെയെങ്കിലുമാണ് തനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത, അവിടെ കടിച്ചു പിടിച്ച് സഹിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വയ്ക്കുക. ആ കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാവും. കാമാത് ക്രോധോ ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായത്തെ സംഘാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായത്തെ.
ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹമുണ്ടാകുന്നു. സമ്മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യാകാര്യ വിവേകം നഷ്ടപ്പെടുന്നു, അവിവേകം, അതാണ് സമ്മോഹം. അങ്ങനെ സമ്മോഹം ഉണ്ടായാൽ എന്താ ഇപ്പോൾ കുഴപ്പമെന്നാണെങ്കിലോ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, ഓർമ്മ നഷ്ടപ്പെടും. ഓർമ്മ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ഡെപ്ത് ഉള്ളതാണ്. കാരണം പറഞ്ഞു തന്നത്, പഠിച്ചത്, നമ്മളെ ഗുരുക്കന്മാർ, ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്നത്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, താനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൻ്റെ അച്ഛൻ, അമ്മ, കുടുംബം, ഭാര്യ, കുട്ടികൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം മറക്കും. സ്മൃതിഭ്രംശ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. പിന്നെ വരുന്നത് എന്താണ്? ബുദ്ധിയെ നശിക്കുകയാണ്. ബുദ്ധിനാശാത് പ്രണശ്യതി. ആ ബുദ്ധിയുടെ നാശമാണ് ഒരുവൻ്റെ സർവനാശം. അപ്പോൾ ഈ നാശം ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ധ്യാനമാണ്. ഏത് ധ്യാനം? വിഷയധ്യാനം. ധ്യാനം രണ്ടെണ്ണമാണുള്ളത് ആകെ. ഒന്ന് സ്വരൂപധ്യാനം, അത് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ ധ്യാനത്തെക്കുറിച്ച് പറയും. അവിടെ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാലവിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. തനിക്ക് ഈ പറഞ്ഞതിൽ നിന്നൊക്കെയുള്ള എല്ലാ സംഘങ്ങളെയും, ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ദോഷം, ഇതിനെയൊക്കെ മാറ്റിയിട്ട് അത് ഞാനാകുന്നു എന്ന് ഞാൻ ധ്യാനിക്കുക. അതാണ് സ്വരൂപധ്യാനം. അത് ഒരുവനെ ഉത്കർഷത്തെ, അവൻ്റെ ഏറ്റവും അവനെ അറിയുന്നത്, ഗാന്ധിജി അതാ പറയണത്. ഒരേ ധ്യാനത്തിൽ, ധ്യാനം കൊണ്ട് സർവനാശവും സർവ ഉത്കർഷവും. അപ്പം അവിടേക്കുള്ള ധ്യാനത്തിലാണ് ഈ സ്വസ്വരൂപ അനുസന്ധാനം എന്ന് പറയുന്നത്, സ്വന്തം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നത്. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനോബുദ്ധി അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അന്ധക്കരണ വൃത്തികളൊന്നും ഞാനല്ല. നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതൊന്നും ഞാനല്ല. അതുപോലെ തന്നെ നവൈ പഞ്ചവായുഹു, 5 വായുക്കൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇത് ഞാനല്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചമഹാഭൂതങ്ങൾ ഞാനല്ല. പിന്നെ ഞാനാരാണ്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. കഴുത്തിൽ പാമ്പിട്ടിരിക്കുന്ന, കൈലാസത്തിലിരിക്കുന്ന ശിവൻ എന്നല്ല ഞാൻ. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ്. ഞാൻ മംഗളമാണ്, ആനന്ദമാണ്. അതാണ് സ്വരൂപധ്യാനം. മറ്റത് സ്വരൂപത്തിൽ നിന്ന് അന്യമായതിൻ്റെ ധ്യാനം. ആ ധ്യാനം മുറുകി 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 അവസാനം ഒരുവനെ സർവനാശത്തിലെത്തിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഭഗവത്ഗീതയിലെ ഈ ഒരു ശ്ലോകം നിങ്ങൾക്കറിയോ, എന്താ പറയുക, എന്ത് മനോഹരമായിട്ടാണ് ഒരു കഥയായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ കഥ? ആ കഥയിൽ പറയുന്നത് ധർമ്മൻ, അധർമ്മൻ, 2 കഥാപാത്രങ്ങളുണ്ട്. ധർമ്മൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ധർമ്മൻ തന്നെ, പേര് സൂചിപ്പിക്കുന്നത് പോലെയുള്ള ധർമ്മം, പരമമായ ധർമ്മത്തെ ഒരു
ആരായിട്ട് കാണുന്നു? ഒരു കഥാപാത്രമായിട്ട്, ഒരു വ്യക്തിയായിട്ട് കാണുകയാണ്. എന്നിട്ടോ ആ ധർമ്മന് 13 ഭാര്യമാർ. ആ 13 ഭാര്യമാരുടെ പേരുകൾ നമ്മളിതിന് മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശ്രദ്ധ, മൈത്രി, ദയ, തുഷ്ടി, ശാന്തി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ഹ്രീ, മൂർത്തി. ഇതാണ് 13 സുന്ദരിമാർ. ആരാണ്? ദക്ഷൻ്റെ പുത്രികളാണ്. 16 പേരിൽ 13 ആളെ ധർമ്മൻ വിവാഹം കഴിച്ചു. പിന്നെ 3-ൽ ഒരാൾ ശിവൻ, സതിയെ. പിന്നെ സ്വാഹ, അഗ്നി, സ്വധ, പിതൃക്കൾക്ക്. അപ്പോൾ ധർമ്മദേവൻ്റെ 13 ഭാര്യമാരും ഈ 13 മൂല്യങ്ങളാണ്. അതുപോലെ വേറൊരാളുണ്ട്. മൂപ്പരുടെ പേരെന്താണ്? മൂപ്പരുടെ പേര് അധർമ്മനാണ്. ഈ അധർമ്മൻ വിവാഹം കഴിച്ചു. ആരെ അധർമ്മൻ വിവാഹം കഴിച്ചത്? അധർമ്മൻ്റെ ഭാര്യയുടെ പേരെന്താ എന്ന് ചോദിച്ചാൽ മൃഷ അധർമ്മസ്യ ഭാര്യാസീത്. മൃഷ എന്നാണ് അധർമ്മൻ്റെ ഭാര്യയുടെ പേര്. മൃഷ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. ഒരു പുരുഷൻ തെറ്റിദ്ധാരണ ഒരു പുരുഷനിലുണ്ടായാൽ, അത് സ്ത്രീയിലുണ്ടായാലും ആരിലുണ്ടായാലും, അവരെ വിവാഹം കഴിച്ചതിന് തുല്യമാണ്. ബാഹ്യമായ ഭാര്യയെക്കുറിച്ചല്ല പറയുന്നത്. തെറ്റിദ്ധാരണ ഒരുവനെ പിടികൂടി, അതവൻ്റെ ഭാര്യയായിട്ട് പറയാം. മൃഷ അധർമ്മസ്യ ഭാര്യ ആസീത്. അധർമ്മൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, മൃഷ എന്നാണ് പേര്. തെറ്റിദ്ധാരണയാണ്. ആയിക്കോട്ടെ, അതിനെന്താണ്? അതിൽ കുട്ടിയുണ്ടായി. ദമ്പനെന്നും മായയെന്നും. ദമ്പവും മായയും. ദമ്പം ഇല്ലാത്തത് ഉണ്ട് എന്ന് നടിക്കുക, മായ ഇല്ലാത്തതാണ്. രണ്ടും ട്വിൻസാണ്, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടി. ദമ്പം മായാംച ശത്രുഹന്ന. ഇങ്ങനെ കുട്ടികൾ ജനിച്ചു. അതിനെ നിരർതി എന്ന് പറഞ്ഞ സ്ത്രീ ദത്തെടുത്ത് വളർത്തി. ആരാ? നിരർതി എന്ന് പറഞ്ഞാൽ സർവനാശം, ബെസ്റ്റ്. നാശം ഇതിനെ അഡോപ്റ്റ് ചെയ്തു. ഇത് മനോഹരമായിട്ട് ആ കഥ പറഞ്ഞിരിക്കണമെന്ന് നോക്കൂ. നാശം അഡോപ്റ്റ് ചെയ്തിട്ട് ഈ 2 കുട്ടികളെ വളർത്തി. അങ്ങനെ അധർമ്മൻ്റെയും മൃഷ ദമ്പതിമാരുടെ ഈ 2 മക്കളെ സർവനാശം, തെറ്റിദ്ധാരണയും അധർമ്മവും വിവാഹം കഴിച്ചു. നമ്മൾ ആലോചിക്കുക, ഇവിടെ ഈ അമേരിക്കയിൽ കാശ് വാരി കൂട്ടിയിട്ടുള്ള, ഇപ്പം നമ്മുടെ ഏതോ യൂട്യൂബ് OTT പ്ലാറ്റ്ഫോമിൽ ഒരു സിനിമ ഉണ്ട്, 2 പാർട്ടായിട്ട് വന്നിട്ടുള്ള ഇൻസൈഡ് ഔട്ട്. ആ ഇൻസൈഡ് ഔട്ടിൻ്റെ 2 ഉണ്ട്. എന്താ ഇതാണ്, ഈ ആനിമേഷൻ മൂവിയാണ്. എന്താ അതിൽ പറയുന്നത്? വാല്യൂസാണ്. നിങ്ങൾ കുട്ടികളെ നിർബന്ധമായിട്ട് കാണിക്കേണ്ട ഒരു സിനിമയാണ്. മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വാല്യൂസ് ക്യാരക്ടേഴ്സായിട്ട് വരിക. അതിൽ ആങ്കർ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, സോറോസ് ഉണ്ട്. ഇവരൊക്കെ ക്യാരക്ടേഴ്സാണ്. അതെങ്ങനെയാണ് നമ്മളിൽ ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനോഹരമായിട്ട്, ഇതൊക്കെ എത്ര കാലം മുമ്പ് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴും ഈ മഹാഭാരതവും രാമായണവും സീരിയൽ കണ്ടിട്ട് ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതതിനു വേണ്ടി ഉള്ളതല്ലേ? വെറുതെ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ച് കൂട്ടാനുള്ളതല്ല. ഇതൊക്കെ പ്രയോഗത്തിൽ വരുത്താനുള്ളതാണ്. അപ്പം മൃഷയെ, തെറ്റിദ്ധാരണയെ അധർമ്മൻ വിവാഹം കഴിച്ചു. അതിൽ ദമ്പവും മായയും കുട്ടികളായിട്ട് ട്വിൻസ് ജനിച്ചു. അതിനെ സർവനാശം എടുത്ത് വളർത്തുന്നു. എന്നിട്ടോ അവർ തമ്മാമ കല്യാണം കഴിച്ചു, ബെസ്റ്റ്. എന്നിട്ടോ അതിൽ നികൃതി, ലോഭം എന്ന് പറയുന്ന 2 മക്കളുണ്ടായി, ആൺകുട്ടിയും പെൺകുട്ടിയും. നികൃതിയും ലോഭം. എന്താ നികൃതി? അപമാനവും ലോഭവും ധാരാളിത്വവും. അവരും ഇതേപോലെ ഈ
സർവനാശമാണല്ലോ വളർത്തുന്നത്. വളർത്തി ഇവർ പ്രായപൂർത്തിയായപ്പോൾ അവർ തമ്മാമിൽ വിവാഹം കഴിച്ചു. എന്നിട്ടോ അതിൽ ക്രോധം ഹിംസാംച, ക്രോധം എന്നും ഹിംസ എന്നും പേരുള്ള 2 കുട്ടികൾ ജനിച്ചു. ബെസ്റ്റ്. ക്രോധവും ഹിംസയും. എങ്ങനെയാണോ ഇവിടെ ഗീതയിൽ ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷുവ ജായതേ, ജനിക്കുന്നു, സംഗാത് സംജായതേ കാമഹ, കാമാത് ക്രോധോ വിജായതേ, ഓരോന്ന് ജനിക്കുകയാണ് ഓരോന്നിൽ നിന്ന്. ഇവിടെ അത് ഭാര്യയും ഭർത്താവുമായിട്ട് ആ ദാമ്പത്യവുമായിട്ടും ജനിച്ച കുട്ടികളെ ദത്തെടുത്ത് വളർത്തലും. എന്നിട്ടോ ഈ ക്രോധവും ഹിംസയും കല്യാണം കഴിച്ചു. അവർക്ക് എന്തുണ്ടായി? കലി ദുരുക്തി എന്ന് പറഞ്ഞ 2 കുട്ടികൾ ജനിച്ചു. ഇതൊക്കെ ട്വിൻസാണ് ഇവർക്ക് ജനിക്കുന്നത്. അതെന്താ? കലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദുരുക്തി അധിക്ഷേപം, അധിക്ഷേപിക്കുക, ഇതാണ് ജോലി. ഈ കലിയും ദുരുക്തിയും തമ്മിൽ വീണ്ടും എന്താ പറയുക, വിവാഹം കഴിച്ചു. അപ്പോഴോ മൃത്യു ഭയം എന്ന് പറയുന്ന 2 മക്കൾ, ആൺകുട്ടിയും പെൺകുട്ടിയും. മൃത്യു എന്ന് പറഞ്ഞാൽ എന്താ? മരണം. ഭയം എന്ന് പറഞ്ഞാൽ ഭയം തന്നെ. അത് വീണ്ടും വിവാഹം കഴിച്ചു. യാതനയും നിരയവും. യാതനം എന്ന് പറഞ്ഞാൽ യാതന, നിരയം എന്ന് പറഞ്ഞാൽ നഷ്ടം. അങ്ങനെ ആ വംശാവലി അവസാനിക്കുന്നു. എന്തു മനോഹരമാണ്. എന്നാൽ ധർമ്മൻ്റെ വിവാഹത്തിൽ നടന്നിട്ടുള്ളതൊക്കെ നല്ല, എന്താ പറയുക, ശ്രദ്ധയ്ക്ക് ശുഭം എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നു, മൈത്രിക്ക് പ്രസാദം എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നു, ദയയ്ക്ക് അഭയം എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നു, ശാന്തിക്ക് സുഖം എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നു, തുഷ്ടിക്ക് മോദം എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നു, പുഷ്ടിക്ക് അത്ഭുതം എന്ന് പറഞ്ഞ സ്മയം എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നു, ക്രിയയ്ക്ക് യോഗം, ഉന്നതിക്ക് ദർപ്പം, ബുദ്ധിക്ക് അർത്ഥം, മേധയ്ക്ക് സ്മൃതി, തിദിക്ഷയ്ക്ക് ക്ഷേമം, ഹ്രീക്ക് പ്രശ്രയം വിനയം, മൂർത്തിക്ക് നരനാരായണന്മാർ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളതിനെ നമ്മൾ വിവാഹം കഴിച്ചാൽ ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ഇതിനെയൊക്കെയാണ് ഞാൻ ഭാര്യയായിട്ട്, മറ്റേ ഭാര്യയല്ല. നമുക്കൊരു ഭാര്യയുണ്ട്, കൂട്ടത്തിൽ ഇവരും കൂടെ നമ്മുടെ ഭാര്യമാരാക്കി വെക്കണം. 14ാമത്തെ ഭാര്യയായിരിക്കണം നമ്മുടെ ശരിയായ ഭാര്യ. അതല്ല, ഈ തെറ്റിദ്ധാരണയും കൂടിയാണ് നമ്മൾ വരിച്ചത്. എന്നിട്ട് നമ്മുടെ ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ കഷ്ടപ്പാട് എത്രയായിരിക്കും? ഈ ധർമ്മശാസ്ത്രമൊക്കെ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇത് നോക്കാനാണ്, അല്ലാതെ ജാതകപ്പൊരുത്തം നോക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ പഠിച്ചാൽ നല്ലൊരു ദാമ്പത്യം ഉണ്ടാവും, കുടുംബജീവിതം ഭദ്രമായിരിക്കും. അല്ലാതെ നിങ്ങളേതോ സ്വർഗത്ത് കൊണ്ടുപോകുന്ന എന്തെങ്കിലും തട്ടിപ്പ് വെട്ടിപ്പ് ഉടായിപ്പ് പറയുന്നതല്ല. ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബത്തിലെ ജീവിതം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും അച്ഛനും മക്കളും സഹോദരങ്ങളും അവരുടെ ബന്ധുമിത്രാദികളും ഒക്കെ ആയിട്ട് അയൽപ്പക്കക്കാരും ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതാ പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ച് വേറെ എന്തോ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ആർക്ക് വേണം ഇതൊക്കെ? ഇഹ ചേത് അവേദീത് അധസത്യമസ്തി ന ചേതിഹ വേദീത് മഹതീ വിനഷ്ടി. ഇവിടെ സത്യം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. ഇവിടെ ഇതൊന്നും അനുഭവിക്കാതെ എവിടെയോ പോയിട്ട് അനുഭവിക്കാൻ ഇതിലും വലിയ മണ്ടത്തരം വേറെ ഉണ്ടോ? ഇവിടെ ഇപ്പം എൻ്റെ ഭാര്യയോടും കുട്ടികളോടും ഒക്കെ ഒപ്പം സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി, അതിൻ്റെ പണിയാണ് ഈ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിലോ സർവനാശം. സർവനാശം വേണോ, എന്തു വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഗാന്ധിജി ഭഗവത്ഗീതയെ ഞാൻ ഇതിൻ്റെ ആഴങ്ങളിലേക്ക്, എപ്പോഴൊക്കെ എന്നെ വ്യക്തിപരമായ എൻ്റെ വിഷമങ്ങൾ, അതുപോലെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഒക്കെ ഞാൻ ഗീതയെ ആശ്രയിക്കാറുണ്ട്. ഒരിക്കൽ പോലും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളെയും ഗീത ഒരിക്കലും നിരാശപ്പെടുത്തില്ല, അത് ഗ്യാരണ്ടിയാണ്.
വരാൻ പോകുന്ന ഭാഗങ്ങൾ നമുക്ക് വരുന്ന ദിവസം കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ.